ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലയോ? ഇന്ന് നമുക്ക് പിള്ളേരോണം സ്പെഷ്യൽ പരിപ്പ് കറി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പരിപ്പുണ്ടല്ലോ, നമ്മൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് എടുക്കുന്ന ചെറുപയർ പരിപ്പ് അലകുണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. 4-5 മിനിറ്റ് വേണം ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കാൻ പോവാണ്. അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഈ പരിപ്പ് കറിക്കൊക്കെ അരയ്ക്കുമ്പോൾ നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാനായിട്ട് നോക്കണം. പരിപ്പൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ കുക്കറിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 4-5 കൊച്ചുള്ളിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച സമയത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എങ്കിലും ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 5 വിസിലടിക്കുന്നവരെ ഞാനിതൊന്ന് വേവിച്ചെടുത്തു. അതിനുശേഷം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വേറൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് തവി കൊണ്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി അരപ്പ് വെള്ളം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ട് ഈ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒരുപാടങ്ങ് സമയമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ നമ്മളിത് പരിപ്പൊക്കെ വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടിക്കോളും. ഒരു 3 മിനിറ്റെങ്കിലും മതിയാകും നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്ക്ക് പകരം എണ്ണയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നെയ്യിൽ താളിച്ചൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഈ പരിപ്പ് കറിക്ക്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കടുകും 1-2 കൊച്ചുള്ളി കട്ട് ചെയ്തതും 2-3 വറ്റൽമുളകും ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് വേഗം തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കറികളിലൊന്നാണ് ഈ പരിപ്പ് കറി. വളരെ വേഗം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവേ. പരിപ്പൊന്ന് വേകേണ്ട താമസം മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടും. കാര്യം ഇതിലേക്ക് ഒരുപാട് എരിവൊന്നും ചേർത്തിട്ടില്ല. ഒരു പച്ചമുളക് മാത്രമേ നമ്മളിതിലേക്ക് അരച്ചിട്ടുള്ളൂ. അപ്പോൾ പിള്ളേരോണം സ്പെഷ്യൽ പരിപ്പ് കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.